എന്നാശ തീർന്നങ്ങ് വീട്ടിൽ വാരും നാൾ എന്നാണെന്നാഥനേ. എല്ലാശ തീർന്നങ്ങ് വീട്ടിൽ വാരും നാൾ എന്നാണെന്നാഥനേ. അന്നാൾ വരെയും മഞ്ഞിൽ നിൻ വേല നന്നായി ചെയ്യും ഞാൻ. അന്നാൾ വരെയും മഞ്ഞിൽ നിൻ വേല നന്നായി ചെയ്യും ഞാൻ. നീ എന്നും എൻ്റെ രക്ഷകൻ, ഹാഹാ നീ മതി എനിക്കെല്ലാമായി. നാഥ നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ വിലപ്പെട്ടത് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവമായി ബന്ധം പുലർത്തുന്ന വ്യക്തികൾ ആരെന്ന് കൃത്യമായി ദൈവത്തിന് അറിയാം. സ്തോത്രം. അതിന് കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഹൃദയ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നടപ്പും കിടപ്പും ശോധന ചെയ്യുന്നവനാണ് നാം സേവിക്കുന്ന ദൈവം. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവനാണ് നാം സേവിക്കുന്ന ദൈവം. സ്തോത്രം. അങ്ങനെ ഒരു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ കൃപയാൽ ഭാഗ്യം ലഭിച്ചവരാണ് ദൈവമക്കൾ. സ്തോത്രം. യോഗ്യത കൊണ്ട് നേടിയതല്ല, പുറംപറമ്പിൽ തള്ളപ്പെട്ട് കിടന്നപ്പോൾ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയത് കൊണ്ടാണ്. ദൈവസന്നദ്ധിയിലായിരിക്കാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അവകാശത്തെ നൽകി. സ്തോത്രം. ആ ദൈവത്തെ വാസ്തവം പറഞ്ഞാൽ ആയുസ് മുഴുവൻ ഇരുന്ന് മഹത്വപ്പെടുത്തിയാൽ തീരില്ല. ആളുകൾ പറയുന്നത് പെന്തക്കോസ്തുകാര് ആൾക്കാരെ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. സ്തോത്രം. യഥാർത്ഥത്തിൽ വിവരമില്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല, മനുഷ്യന്റെ മനമാണ് മാറ്റുന്നത്. ക്രിസ്തു മതമല്ല, ക്രിസ്തു മാർഗമാണ്. സ്തോത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. സ്തോത്രം. അതൊരു വഴിയാണ്. ആ വഴിയിലൂടെ യാത്ര ചെയ്താൽ എവിടെ എത്താം? യേശു ക്രിസ്തു ആയിരിക്കുന്ന ഇടത്ത് എത്തുവാൻ കഴിയും. അർത്ഥാൽ മരണാനന്തര ജീവിതം പ്രാപിപ്പാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ചില സന്ദർഭങ്ങളിൽ മറുപടി കൊടുക്കേണ്ടതായ സാഹചര്യം ഒരുപക്ഷെ നാളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്തിനാണ് നീ പെന്തക്കോസ്ത് ഹാളിൽ പോകുന്നത്? എന്താണ് നിനക്ക് അവിടെ പോയി കിട്ടുന്നത്? ആളുകൾ പറയുന്നത് പണം കൊടുത്ത് മാറ്റുന്ന. സ്വന്തമായിട്ടുള്ള കാര്യം നോക്കാൻ തന്നെ പണമില്ല, എന്നിട്ടാണ് പണം കൊടുത്ത് പരിപാടി നടത്തുന്നത്. പണം കൊടുത്തിട്ടൊന്നും ഒരാളെ എന്ത് ചെയ്യാൻ കഴിയില്ല, ക്രിസ്ത്യാനിയാക്കാൻ കഴിയില്ല.
ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ആളുകൾ കാണുന്നത് ഈ പള്ളിയിൽ പോകുന്നവരെയാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടത്തെയാ. അവർക്ക് ക്രിസ്തുവായിട്ട് ഒരു ബന്ധമില്ലെന്നുള്ളത് അവർക്കറിയോ? ലോകക്കാർക്ക് അറിയില്ലല്ലോ. യഥാർത്ഥത്തിൽ ക്രിസ്തുവായിട്ടുള്ള യഥാർത്ഥ ബന്ധം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആമേൻ, ഹല്ലേലൂയ. അവർ പറയും, ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകേണം യേശുവിൻ പാത നോക്കി. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുന്നിലെത്തും. ആ വീടിന്റെ മുന്നിലെത്താൻ സമയമായി. ഒരുങ്ങി നിന്ന് അവിടെ എത്താം. ഒരുങ്ങിയില്ലെങ്കിൽ സ്തോത്രം. അത് ഏറ്റവും അടുത്തു. സ്തോത്രം. അത് ഏത് നിമിഷവും സംഭവിക്കാം. ഇവിടെ ദൈവാത്മാവ് പറയുകയാണ്, യഹോവ ആരാണ്? നല്ലവനാണ്. കഷ്ട ദിവസത്തിൽ ശരണമാണ്. പക്ഷെ ശരണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലണം. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ്. കർത്താവിന്റെ അടുക്കലേക്ക് താഴ്മയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. സ്തോത്രം. അടുത്ത് ചെന്നാൽ സ്തോത്രം, നമ്മെ സഹായിപ്പാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവനാണ് നാം സേവിക്കുന്ന ദൈവം. അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. നമ്മുടെ ദൈവം നല്ലവനാണ് എന്ന് പറയുമ്പോൾ തന്നെ ദീർഘക്ഷമയുള്ളവനാണെന്ന് വചനം പറയുന്നു. പക്ഷേ അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? ശിക്ഷിക്കാതെ വിടില്ല. അത് ദൈവത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ നീതിയാണ്, അല്ലെങ്കിൽ ന്യായമാണ്. അതാണ് ഈ വേദപുസ്തകത്തില് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ ചെയ്ത കുരുത്തക്കേട് എഴുതി വെച്ചിരിക്കുന്നത്. അതേ ദൈവമക്കൾ ചെയ്തതായ നല്ല കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകത. സ്തോത്രം. അപ്പോൾ ദൈവാത്മാവ് വളരെ കൃത്യതയോടുകൂടെ നീതിയും ന്യായവും നടത്തുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ആമേൻ. ഒന്ന് ചേർത്ത് വായിച്ചു വേണമെങ്കിൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-7 വാക്യം. പിന്നെ അവൻ രഥം കെട്ടിച്ചു പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രയീമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. ഇതിന്റെ ചരിത്രഭാഗം നമുക്ക് അറിയാവുന്നതാണ്. ഇസ്രായേൽ ജനത്തെ പറഞ്ഞു വിട്ടനന്തരം ദൈവം എന്ത് ചെയ്തു? എന്റെ ഹൃദയത്തെ ഒന്നങ്ങ് മുറുക്കി, ഒന്ന് ടൈറ്റ് ചെയ്തു. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എടാ, നമുക്ക് വേണ്ടി പണി ചെയ്യിച്ച ആളുകളെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടല്ലോ. എന്നാ എന്ത് ചെയ്യും? വിശേഷപ്പെട്ട 600 രഥം, അതിന് വേണ്ടതായ, അത് നയിക്കാൻ വേണ്ടതായ വ്യക്തി ജീവിതങ്ങൾ, അങ്ങനെ യോദ്ധാക്കളുമായി. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം, വിശേഷപ്പെട്ട 600 രഥം. അപ്പൊ അതിനകത്ത് കയറ്റിയവരൊക്കെ വിശേഷപ്പെട്ടവരാ. യോഗ്യരായവരെ, സമർത്ഥരായവരെ, ഇസ്രായേൽ ജനത്തെ മടക്കിക്കൊണ്ടുപോരുവാൻ പുറകെ വരികയാണ്. സ്തോത്രം. ഇത് തമ്പുരാൻ ചെയ്ത ഒരു പണിയാണ്. ഇവൻ ചെയ്തുകൊണ്ടിരുന്ന പണി ആരും കണ്ടില്ലെന്ന് അവൻ ചിന്തിച്ചേ. അവനിട്ട് പണി കൊടുക്കാൻ സമയമായി കഴിഞ്ഞപ്പം തമ്പുരാൻ എന്ത് ചെയ്തു?
ചിലർക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, ഉണ്ടിരിക്കുന്ന നായിക്ക് എന്നും പറഞ്ഞൊരു പോക്കങ്ങ് പോകുമ്പോൾ കാണാൻ ഇടണോട്ടും സ്വോത്രം. ആമേൻ. അപ്പൊ ദൈവം ചില കാര്യങ്ങൾ കുറിച്ചു വെച്ചാൽ മനുഷ്യൻ മറക്കും, തമ്പുരാൻ മറക്കില്ല. ആമേൻ. ആമേൻ. ഇസ്രായേൽ ജനത്തെ ബലഹീനരായവരെ ഉപദ്രവിച്ചതായ വ്യക്തിജീവിതങ്ങളുടെ പേർ യോശുവ മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഇത് കുറിച്ചു വെക്കണം. കുറിച്ചു വെച്ച് ഇത് യോശുവയ്ക്ക് കൈമാറണം. അത് കഴിഞ്ഞ് ഇസ്രായേലിൽ പ്രഥമ രാജാവായി ശൗൽ അഭിഷേകം ചെയ്യപ്പെട്ട് രാജ്യത്വം പ്രാപിച്ചു. തമ്പുരാൻ പറഞ്ഞു, എടാ മോനെ, ശൗമേലാണ് പറഞ്ഞത്, ഇന്നിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണം. അവൻ പോയി പറഞ്ഞ കാര്യം കുറച്ചൊക്കെ ചെയ്തു. പിന്നെ ദൈവത്തിന് യാഗം കഴിക്കാനാന്നും പറഞ്ഞ് നല്ലതിനൊക്കെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. തമ്പുരാൻ പറഞ്ഞ എന്താ? അമാലേക്കരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയണം. ഒന്നിനോടും എന്ത് ചെയ്യരുത്? കനിവ് തോന്നരുത്. എന്തുകൊണ്ട്? എന്റെ ജനം മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ബലഹീനരായവരെ അവൻ കനിവ് കാണിക്കാതെ അവരെ ഉപദ്രവിച്ചത് ഞാൻ കുറിച്ചു വെച്ചിരിക്കുകയാ. മനുഷ്യൻ മറന്നാലും മനുഷ്യൻ വേണ്ടെന്ന് വെച്ചാലോ ഉടമസ്ഥൻ ഓർമ്മ വെച്ച് അതിന് പ്രതികാരം ചെയ്യുന്ന, പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു നീതിയുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽ മറക്കരുത് കേട്ടോ. ആളുകളുടെ ചിന്ത ഈ പെന്തക്കോസുകാരെന്ന് പറയുന്നവര് ചോദിക്കാനും പറയാനും ആളില്ലാത്തവരാണെന്നാണ് ആളുകളുടെ ചിന്ത. ഇതൊരു ചെറിയ കൂട്ടമല്ലേ ഉള്ളൂ. അവര് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കൊട്ടിയും പാടിയും പോകുന്ന ബഹളം വെച്ചിട്ട് അവരുടെ മണ്ടേ കയറിയിരുന്ന് നിരങ്ങാമെന്നാണ് ആളുകളുടെ ചിന്ത. എന്നാൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ തൊടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വചനം പറയുന്നത്, അല്ലെങ്കിൽ ഉടമസ്ഥന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ വിശ്വസ്തയോടെ ജീവിച്ചിട്ട് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്തിട്ട് നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഉടമസ്ഥന്റെ കയ്യിലേക്ക് അത് കൈമാറ്റം ചെയ്താൽ തക്ക സമയത്ത് ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന്, തക്ക സമയത്ത് മറുപടി ഉണ്ടാകും എന്ന് ഇന്ന് പകൽ മറക്കരുത് കേട്ടോ. പുറകെ ചെന്നു ഇവർക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ അവിടുന്ന് പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. എങ്കിലും അവരും തങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ച് ദുഷ്ടാടി കാണിച്ചു, നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നു. അനുസരിപ്പൻ അവർക്ക് മനസ്സിലായിരുന്നു. നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുഷ്ടാടി കാണിച്ചു. തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങി പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു. നീയോ ക്ഷമിപ്പാം ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയും ഉള്ള ദൈവം ആയാൽ അവരെ കൈവിട്ട് കളഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയ തിരുവചന ഭാഗമാണത്. ദുശാഠ്യമുള്ള ജനമായിരുന്നു. പക്ഷേ മോശയോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ ഇവരെ നശിപ്പിക്കാം, ഇവരെ ഇല്ലാതെയാക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്, നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കാം. മോശ ഇടിവിൽ കയറി അങ്ങ് നിന്നു. നീ അവരെ നശിപ്പിക്കുകയാണെങ്കിൽ
എൻ്റെ പേര് കൂടെ മായ്ച്ചു കളയണം. അതിൻ്റെ അർത്ഥം അവരില്ലാത്ത ഇടത്ത് എനിക്ക് പോകണ്ട. സ്തോത്രം. ആമേൻ. അങ്ങനെ ദൈവം ആ ദൈവിക പദ്ധതി അല്ലെങ്കിൽ ദൈവം പറഞ്ഞ കാര്യം വേണ്ടെന്ന് വെച്ച് ആ ജനത്തോട് ദീർഘക്ഷമ കാണിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാ സമൃദ്ധിയും ഉള്ള ദൈവമാകിയാൽ അവരെ എന്ത് ചെയ്തില്ല? കൈവിട്ടില്ല. സ്തോത്രം. എന്ന് കരുതി നിനക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുക എന്നല്ല അതിന്റെ അർത്ഥം. മഹാദൈവം ദീർഘക്ഷമയുള്ളവനാണ്, സത്യമാ. എന്നാൽ സമയം ദൈവം നൽകിത്തരും. ആ സമയത്ത് ഓടിക്കയറിയാൽ ഭാഗ്യമാണ്. ആ സമയത്ത് ദൈവസന്നിധിയോട് നീ അടുത്തു വന്നാൽ ഭാഗ്യമാ. ഇല്ല എങ്കിൽ ദൈവത്തിന്റെ കരം പ്രതികൂലമായി ചലിക്കും. എല്ലാവരോടും ദൈവത്തിന് പ്രത്യേകമായ ഇടപെടലില്ല കേട്ടോ. എല്ലാവരോടും ഇല്ല. ചിലരെ ദൈവം പ്രത്യേകമായി കണ്ടിട്ടുണ്ട്. ആമേൻ. അപ്പോസ്തലന്മാരിൽ ശിക്ഷഗണത്തിൽ 3 പേരെ ദൈവം പ്രത്യേകമായി കണ്ടു എന്നതുപോലെ ചില വ്യക്തികളെ ദൈവം പ്രത്യേകമായി കണ്ടിട്ടുണ്ട്. അവർ ഏത് വഴിക്ക് തിരിഞ്ഞാലും അടി കിട്ടും. ഏത് വഴിക്ക് തിരിഞ്ഞോ അടി കിട്ടും. വരേണ്ട ഇടത്ത് വരാതെ എന്ത് ചെയ്യില്ല. എന്നാൽ യൂദയെയും ദൈവം തെരഞ്ഞെടുത്തതാ. അവനടിച്ചോ? കാര്യം പറഞ്ഞു. വചനം പറയുന്നത് ആ 4 യോഗ്യം മാത്രം എന്ത് ചെയ്തു? പോയി. സ്തോത്രം. തിരഞ്ഞെടുത്ത ആരാ? ദൈവം തന്നെയാ. ദൈവത്തിന് സർവജ്ഞാനത്തിൽ അറിയാമായിരുന്നു അവൻ ഇന്നത് ചെയ്യുമെന്ന്. അത് ദൈവത്തിന്റെ പരമാധികാരത്തിൽ അറിയുന്ന കാര്യമാണ്. സ്തോത്രം. എന്ന് കരുതി അവന് രക്ഷ പ്രാപിപ്പാൻ അവസരമുണ്ടായിരുന്നു. മടങ്ങി വേണമെങ്കിൽ വരാമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കുരുത്തക്കേട് കാണിച്ച കൂട്ടത്തിൽ പത്രോസും ഒന്നാമനായിരുന്നു. സ്തോത്രം. എന്നാൽ അവൻ മടങ്ങി വന്നു. അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. അനുഗമിപ്പാനൊരു മനസ്സുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ യൂദയും അനുഗമിച്ചു എന്നാണ് വചനം പറയുന്നത്. പക്ഷേ ഹൃദയത്തിനകത്ത് മാറ്റമുണ്ടായില്ല. മാനുഷികമായ ഒരു കരച്ചിലും നിലവിളിയോ അതല്ല ദൈവത്തിലെ അനുതാപം എന്ന് പറയുന്നത്. ഹൃദയത്തിനകത്തളത്ത് യഥാർത്ഥമായ ഒരു തകർച്ച, യഥാർത്ഥമായ ഒരു മനം മാറ്റം ഉണ്ടാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ നമ്മെ കാണുന്ന ഉടമസ്ഥൻ പറയൂ, അവൻ മാനസാന്തരപ്പെട്ടു, അവൻ മാനസാന്തരപ്പെട്ടു. അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവന് വേണ്ടി ചലിക്കുവാൻ ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാ. അബദ്ധവശാൽ ആഗീശിന്റെ മുൻപിൽ പെട്ടതായ ദാവീദ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന് ചുറ്റും പാളയമിറങ്ങി ഹല്ലേലൂയ വിടുവിക്കുന്നു. നിന്നെ ഇല്ലാതെയാക്കുവാൻ ഒരു ശത്രുവിനും കഴിയില്ലെന്നാണ് വചനം പറയുന്നത്. എന്തുകൊണ്ടാ? നീ ഭക്തിയോടെ ജീവിച്ചാൽ മതി കുഞ്ഞേ. എന്റെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി. സംരക്ഷണ വലയം തീർക്കുവാൻ, ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കുവാൻ എന്റെ ദൈവം മതിയായവനാ. ആമേൻ. ചേർത്ത് നമ്മൾ വായിച്ച നെഹും പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1:9 വാക്യം വായിച്ചേ. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത്? അവൻ മുടിവ് വരുത്തും, കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ യഹോവയ്ക്ക്
വിരോധമായി നിരൂപിക്കുന്നത് എന്ത് ചോദ്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. അവൻ എന്ത് ചെയ്യും? മുടിവ് വരുത്തും. എന്താ അതിന്റെ അർത്ഥം? സ്തോത്രം. മുടിവ് വരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഭാഷ വേണമെങ്കിൽ മുടിച്ചു കളയും. ഹല്ലേലൂയ. അതോടുകൂടെ അത് തീരുമെന്ന്. സ്തോത്രം. ആവശ്യമില്ലാത്തത് കയറി പറയരുത്, ആവശ്യമില്ലാത്തത് കയറി ചിന്തിക്കരുത്. ദൈവത്തിന് വിരോധമായി ഒരു പരിധിക്കപ്പുറം കടന്നാൽ ദൈവത്തിന്റെ കരം ചലിക്കും കേട്ടോ. അവിടെ പിന്നെ നീ ആരാണെന്നുള്ള നോട്ടമൊന്നുമില്ല. എന്റെ ദൈവത്തിന് പിന്നെ എന്തില്ല? പരിധി കടന്നാൽ പിന്നെ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ തുടങ്ങോ. ആ കരം ചലിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല. അതിനോട് ചേർത്ത് 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് ചേർത്ത് വായിച്ചോ, പിടി കിട്ടും കാര്യം. പുരോഹിതനാ. ആരാണ്? പേരിന് പുരോഹിതൻ. കുരുത്തക്കേട് ചെയ്യുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യില്ല? ശാസിച്ച് അമർത്തിയില്ല. ഹല്ലേലൂയ. അത് ചെയ്യാഞ്ഞത് കൊണ്ട് ഞാൻ ആ കുടുംബത്തെ എന്ത് ചെയ്യും? ഇല്ലാതെയാക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അനേകർ ഉപദേഷ്ടാക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നു, ആകരുതെന്ന പറയുന്നത്. ഉപദേശിക്കാൻ എളുപ്പമാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തമ്പുരാന്റെ കരം ചലിക്കും. അധികം ലഭിച്ചവന് അധികം കിട്ടും. അത് ഒരു 1.5 കിട്ടലായിരിക്കും. സ്തോത്രം. ദൈവജനത്തിന്റെ മുൻപിൽ ഒരു പ്രമാണവും വീട്ടിലെ മക്കളുടെ മുൻപിൽ വേറെ പ്രമാണവുമല്ല. പ്രമാണം ഒന്നാകണം. ശാസിക്കേണ്ടത് ശാസിക്കണം, ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം, ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. ഏലിയുടെ ഭവനത്തിൽ അതാ സംഭവിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. സംഭവം ആരാണ്? പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന, ഹല്ലേലൂയ, ജനത്തെ ആശീർവദിക്കുന്ന വ്യക്തിത്വമാണ് ഏലി. ഹല്ലേലൂയ. രസം എന്ന് പറയുന്നത്, ശമൂവേൽ ബാലന് വേണ്ടി പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തത് ആരാണ്? ഈ പുരോഹിതനാ. അതേ പുരോഹിതൻ മറുപടി നൽകിയ തലമുറയോടാണ് ദൈവം പറയുന്നത്, ഞാൻ ഏലിയുടെ ഭവനത്തോട് കൽപ്പിച്ച് ഞാൻ നിവർത്തിക്കും. ഒന്ന് ചിന്തിച്ചേ. വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ച സഹോദരിയെ ആശീർവദിച്ച് വിട്ടതായ പുരോഹിതൻ ആ തലമുറ ഇപ്പൊ എവിടെയുണ്ട്? ഏലി പുരോഹിതൻ ആയിരിക്കുന്ന ആലയത്തിലുണ്ട്. സ്തോത്രം. ആ പൈതലിനോട് ദൈവം ഇടപെട്ടതായ ഇടപെടലാണ് നാം വായിച്ച വാക്യത്തിന്റെ ആധാരം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അരുളി ചെയ്തത് നിവർത്തിക്കും, മുടിവ് വരുത്തും, ഇല്ലാതെയാകും. സ്തോത്രം. ഒരു അനുകമ്പ പോലും എന്ത് ചെയ്തില്ല? ദൈവം കാണിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രമാണം വിളിച്ചു പറയുവാൻ എളുപ്പമാ. ഹല്ലേലൂയ. മറ്റുള്ളവരെ ശാസിക്കുവാൻ എളുപ്പമാ. എന്നാൽ നിന്റെ ജീവിതത്തിൽ
ക്രമീകരിക്കേണ്ടതുപോലെ ക്രമീകരിപ്പാൻ ദൈവം അവസരം നൽകുമ്പോൾ അത് ചെയ്യുന്നില്ല എങ്കിൽ അപകടമാണ് കേട്ടോ. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇത് ഇരുവായ്ത്തലയുള്ള വാളാണ്. കേൾക്കുന്നവരും മുറിവേൽക്കും, പറയുന്നവനും മുറിവേൽക്കും. വാള് ശരിക്കും ഓങ്ങിക്കഴിഞ്ഞാൽ, കൂടുതൽ ഓങ്ങിക്കഴിഞ്ഞാൽ പുറം കീറും. ആനി വെട്ടിക്കഴിഞ്ഞാൽ വെട്ടുകൊള്ളുന്നവൻ കീറും. അതാണ് ഈ വാളിന്റെ പ്രത്യേകത. സ്തോത്രം. എന്നാൽ ദൈവാത്മാവ് ബോധ്യം നൽകുമ്പോൾ, ആരും തികഞ്ഞവരല്ല, ദൈവാത്മാവ് ബോധ്യം നൽകുമ്പോൾ, അപ്പാ തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം, എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണമെന്ന് ഹൃദയനുറുക്കത്തോടെ അപ്പന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമ്പോൾ നിന്നോട് കരുണ കാണിപ്പാൻ ദീർഘക്ഷമയുള്ളവനായി ഹല്ലേലൂയ നിലകൊള്ളുന്ന ഒരു ഉടമസ്ഥനുണ്ടെന്ന് ഇന്ന് പകൽ മറക്കരുത്. വായിച്ച കുറിവാക്യം പറയുന്നത് കേട്ടാട്ടെ. യഹോവ നല്ലവനാണ്, കഷ്ടദിവസത്തിൽ ശരണമാണ്. കഷ്ടത നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഓടി അഭയത്തിന് വേണ്ടി ചെല്ലുവാൻ ഒരു സങ്കേതമുണ്ട്. അതെന്റെ ദൈവത്തിന്റെ പാദപീഠമാ. അവിടെ നീ ചെന്നാൽ നിന്നെ തട്ടിക്കളയില്ല, നിന്നെ മാറ്റി നിർത്തില്ല, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. അവിടെയും വചനം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉടായ്പും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലെന്ന്. ഉടായ്പും കൊണ്ട് ചെല്ലാൻ പറ്റില്ല. അല്ലെ എന്ത് ഈ കരയുന്ന ഒരു പ്രത്യേക ഇതുണ്ടല്ലോ. ഈ ചില സമയത്ത് ഈ കുഞ്ഞുങ്ങള് വാശി പിടിച്ച് കരയും. കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് എന്തിയില്ല. കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുകയാണെന്നുള്ള ചിന്തയാ നാട്ടുകാർക്ക്. കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും എന്തിയില്ല എന്നതുപോലെ പരിപാടി നടത്തുന്ന ആളുകളുണ്ട്. അതല്ല, ദൈവത്തിന്റെ മുൻപാകെ വചനം പറയുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. തങ്കൽ ആശ്രയിക്കുന്ന തൻ മക്കളെ അറിയുന്ന ഒരു ദൈവമാണ്. ആ വ്യക്തികൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, പ്രവർത്തി വെളിപ്പെടുത്തുന്ന, സഹായഹസ്തം നീട്ടുന്ന, സ്വാതന്ത്ര്യപ്പെടുത്തുന്ന, ഭയപ്പെടേണ്ടെന്ന് പറയുന്ന, അവസ്ഥകൾക്ക് വ്യതിയാനം നൽകുന്ന ഒരു ഉടമസ്ഥൻ. അതനുഭവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ തിരുവചന ഭാഗങ്ങൾ ചിന്തനീയമായ ചിന്തകൾ നൽകുന്ന തിരുവചന ഭാഗങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. 3 അധ്യായങ്ങളുള്ള ഒരു ചെറിയ പ്രവാചക പുസ്തകമാണിത്. എന്നാൽ ഒത്തിരി ആഴമുള്ള തിരുവചന ഭാഗങ്ങൾ ഈ പ്രവാചക പുസ്തകത്തിലുണ്ട്. സ്തോത്രം. വലിയവനായ ദൈവത്തോട് നമുക്ക് ചേർന്ന് യാത്ര ചെയ്യാം. ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം, കഷ്ടതയുടെ നടുവിൽ ശരണമായി നിലകൊള്ളുന്ന ദൈവം, ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഒരനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഏലി പുരോഹിതന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ദീർഘക്ഷമ കാണിക്കുന്നത് നീ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാ, ഒന്ന് മടങ്ങി വരുവാൻ വേണ്ടിയാ, ദൈവത്തോട് അടുത്ത് വരുവാൻ വേണ്ടിയാ ആ സമയം കർത്താവ് നൽകുന്നത്. ഹല്ലേലൂയ. അത് ലാഘവത്തോടുകൂടെ തള്ളിക്കളയരുത്. സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളുടെ മുൻപിൽ നമ്മെ സമർപ്പിക്കാം.
കരുണയുള്ള പിതാവേ, അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കളെ അറിയുന്ന നല്ലൊരു ഉടമസ്ഥൻ ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുകയാ. ദൈവിക പ്രവൃത്തിയും ദൈവിക മഹത്വവും ദൈവകരുതലും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കർത്താവേ, അപ്പാ, വേദനയുടെ നടുവിൽ ഓടി അഭയത്തിനായി എടുത്തു വരുവാൻ ഞങ്ങൾക്കൊരു സങ്കേതമുള്ളതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. മഹത്വം യേശു കർത്താവിന്, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.